മക്കളുടെ രണ്ടാളുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ മലബാർ ഗോൾഡിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ ഡിസൈനിലുള്ള 2 ബ്രേസ്ലെറ്റ്സ് വാങ്ങാനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ജൂലൈ 18-നാണ് നമ്മളെ മക്കളുടെ ബർത്ത്ഡേ. അപ്പോൾ അതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോയും കൂടി ഞാനൊന്ന് ഒരുമിച്ചാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. കാരണം കുറേ പേരെ ഈ മക്കളുടെ വീഡിയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗാക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. രണ്ടുപേരും വലിയ അലമ്പില്ലാണ്ട് ഇരിക്കുക. കാരണം ഇപ്പോൾ വലിയ തിരക്കില്ല അവിടെ. ഒരുപാട് ക്രൗഡായിട്ടുള്ള സ്ഥലങ്ങൾ രണ്ടുപേർക്കും പറ്റാറില്ല. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ഇരുന്നു. ഏകദേശം ഒരു 2 hours തന്നെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോറുന്ന പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ബ്രേസ്ലെറ്റ്സ് ആണ് നോക്കിയത്. പിന്നെ പേര് എഴുതിയത് കിട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ആ സംഭവം ക്യാൻസൽ ചെയ്തിട്ട് സാധാ രീതിയിലുള്ള 2 ബ്രേസ്ലെറ്റ്സ് എടുത്തിട്ടോ. പിന്നെ മക്കൾ അവിടെയുള്ള സ്റ്റാഫ്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ബലൂൺസൊക്കെ കൊടുത്തു. വലിയ കുഴപ്പമില്ലാണ്ട് ചിരിച്ചും കളിച്ചിട്ട് തന്നെ ഇരുന്നിരുന്നത്. പിന്നെ നല്ല മഴയുടെ സമയമായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പോൾ ഈ അസുഖത്തിൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പോൾ കൂടുതൽ ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ നമ്മൾ വീട്ടിലിട്ട് പോയി കഴിഞ്ഞാലും 2-3 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും മക്കൾക്ക് ആകെ സങ്കടവും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടുതലും അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇവിടെ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഇതേ 2 പേരും നമ്മൾ ഷെയ്ക്കാനൊക്കെ ചോദിച്ചാൽ ഷെയ്ക്കാനൊക്കെ തരും. അതേപോലെ തന്നെ കൈ കൊട്ടാൻ പറഞ്ഞാൽ കൈ കൊട്ടും, ടാറ്റ പറയും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അമ്മ വിളിക്കലൊക്കെ തുടങ്ങിയിട്ടോ. ഭയങ്കര സന്തോഷമാണ്. 2 പേരും അമ്മ വിളിക്കും, ചിലപ്പോൾ അപ്പ വിളിക്കും, അല്ലെങ്കിൽ അച്ഛ വിളിക്കും. അങ്ങനെ എൻ്റെ പേര് വരെ ധ്രുവ് വിളിക്കുന്നുണ്ട്. അഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കും. കാരണം വീട്ടുകാരിങ്ങനെ വിളിക്കുന്ന കാരണം. അപ്പോൾ അതേ ഞങ്ങൾ ബ്രേസ്ലെറ്റ്സൊക്കെ വാങ്ങി അന്ന് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. സെക്കൻഡ് ഡേ നമ്മൾ പോകുന്നത് ഡ്രസ്സ് എടുക്കാനാണ്. മക്കൾക്ക് ബർത്ത്ഡേ ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. കടയുടെ പേര് ഞാൻ ലാസ്റ്റ് പറയാം. കട കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ കട എന്ന് മനസ്സിലാവും നോക്കട്ടെ. പോകുന്ന സമയത്തൊക്കെ മക്കൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി. പിന്നെ അവിടെ എത്തിയ സമയത്ത് തന്നെ നമ്മൾ ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് എന്തായാലും കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം എനിക്കും സുധിക്കും പിന്നെ അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കാണ്ടാവും, മക്കൾക്ക് പിന്നെ പ്രത്യേകിച്ച്. അപ്പോൾ ട്രയൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രാവലിംഗ് സമയത്തൊക്കെ നമ്മളിങ്ങനെ സെർലാക്ക് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സാധാ മിൽക്ക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് യൂറിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ കാര്യമായിട്ട് നമ്മളെ കുട്ടികളുടെ വയറ്റിലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറേ നേരം അവർക്കിങ്ങനെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് സെർലാക്കും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മൾ വണ്ടിയിൽ കരുതിയിട്ടുണ്ടാവും കേട്ടോ. അതായത് ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ഫാനുണ്ട്, ഒരു ചെറിയൊരു മിനി ഫാനുണ്ട്, ചാർജബിളാണ് കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ പറ്റും. കാരണം വലിയ വലിപ്പമില്ല എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതും അല്ലാത്ത സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒരു ഫുൾ ഡേ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 hours ഇത് നന്നായിട്ട് കറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾ കരയുന്ന സമയത്ത് നമുക്ക് വേഗം ചൂടാക്കാൻ കാറിൽ AC കൊണ്ട് മാത്രം നമുക്ക് നടക്കത്തില്ല. ഇതുപോലത്തെ ഒരു ഫാനിൽ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കൺവീനിയൻ്റ് ആണ്. പിന്നെ ഇതേ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൂടെ ഞാൻ അതിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് വേഗം ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി ഈ സംഭവങ്ങളൊക്കെ എന്താ പറയുക കരുതാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കുട്ടികൾ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ വലിയൊരു 5 liter ക്യാനിൽ നമ്മൾ വെള്ളം കരുതും. കാരണം നമ്മളെപ്പോഴും എവിടെയാണോ വണ്ടി നിർത്തുന്ന സ്ഥലത്ത് നമുക്ക് ഇതേപോലെ വെള്ളം എന്താ പറയുക കിട്ടണമെന്ന് വലിയ നിർബന്ധമില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ വെള്ളം അങ്ങനെ അതിന് വേണ്ടിയിട്ട് കഴുകാനൊക്കെ ആയിട്ട് കരുതാറുണ്ട്. അപ്പോൾ ഇതേ 2 പേർക്കും ഞാൻ അമ്മയും കൂടെയാണ് ഇപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവർ ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാലാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് വീട്ടിലെത്തിയിട്ടാണ് കുടിച്ചത്. അപ്പോഴേക്കും അവർക്കൊരു കുഴപ്പമില്ലാണ്ട് തന്നെ സെറ്റായിട്ടിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിയാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത്. പല വീഡിയോയിലും ചോദിക്കാറുണ്ടായിരുന്നു അതാരാണ്, അല്ലെങ്കിൽ അനിയത്തി എവിടെയെന്നൊക്കെ. അപ്പോൾ അതെൻ്റെ സിസ്റ്ററാണ്. എനിക്കൊരു സിസ്റ്ററേ ഉള്ളൂ. പിന്നെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരവണ ഭവനിലാണ് വന്നിട്ടുള്ളത്. ശരവണ ഭവൻ തന്നെയല്ലേ ഈശ്വര? അതെ കേട്ടോ, ശരവണ ഭവൻ തന്നെയാണ്. അപ്പോൾ അതേ ഫുഡ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കരുതൽ അടിപൊളി ഫുഡായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിയൽ മാത്രം ഒരു വെള്ള കളറിലാണ്. നമ്മളെ നാട്ടിൽ അവിയലൊക്കെ മഞ്ഞ കളറിലാട്ടോ, ഇവിടെ വെള്ള കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ രസം 5 പൈസയ്ക്കില്ല, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പപ്പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ കിട്ടുന്ന പോലെ ഒരു വീർക്കാത്തൊരൈറ്റം പപ്പടം,
അങ്ങനെ ചുക്കി ചുളി എനിക്ക് വലിയ ഇഷ്ടമല്ല, എനിക്കിങ്ങനെ പൊള്ളച്ച പപ്പടമാണ് ഇഷ്ടം. അപ്പോൾ ഇതൊന്നും നമ്മൾ കുറച്ച് കുഞ്ഞു വാവാക്ക് കൊടുത്തിരുന്നു, കാരണം നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അവരിങ്ങനെ നോക്കത്തില്ല. അപ്പോൾ ചോറൊക്കെ കൊടുത്തത് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് വേണം കൊടുക്കാൻ. കാരണം ഈ ചോറ് ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞ് അല്ലെങ്കിൽ നല്ല വെന്തതല്ല, കുറച്ചൊരു വേവ് കുറവുണ്ട്. കുട്ടിയെ കൊടുക്കുമ്പോൾ നമുക്കൊക്കെ കുട്ടിയെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ അവർ ഏകദേശം അതും കൂടെ കഴിച്ചപ്പോൾ തന്നെ നല്ല സെറ്റായി. പിന്നെ നമ്മൾ നേരെ ചെയ്യുന്നത് കിഡ്സ് സെക്ഷനിലേക്കാണ്. എന്തോ ഞങ്ങൾ ഒരു ബോസ് ബേബി തീം അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ തീം വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ മൊത്തം ബർത്ത്ഡേയുടെ തീം എന്ന് പറയുന്നത് ബ്ലൂ ആയിരുന്നു, അതായത് നേവി ബ്ലൂ. പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോൾ എനിക്കൊരു നേവി ബ്ലൂവിൻ്റെ ഡ്രസ്സ് പോലും എനിക്ക് കിട്ടിയില്ല. അവിടെ കളക്ഷൻസ് ചെറുതായിട്ട് കുറവായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് നല്ലൊരു ഡ്രസ്സ് തന്നെ നമുക്ക് അവർക്ക് കിട്ടി. അവർക്ക് ഇട്ടപ്പോഴും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കളക്ഷൻ ഇല്ലാത്തതിൽ എനിക്ക് ചെറുതായിട്ട് സങ്കടം തോന്നി. കാരണം ഒരുപാട് പേര് വരുന്ന ഒരു ഷോപ്പാകുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് ആകുമ്പോൾ അവർ സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴും സ്റ്റോക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കേണ്ടതാണ്. അതായത് തീരുമ്പോഴേക്കും കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും കസ്റ്റമേഴ്സിന് കൂടുതൽ അല്ലെങ്കിൽ അവർ ഒരു ഇതുണ്ടാവില്ല. പക്ഷേ നമ്മളെടുത്ത സാധനം വളരെ നല്ലതായിരുന്നു കേട്ടോ. അതായത് വേർത്ത് ദ മണി എന്ന് പറയില്ലേ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു 2 പേർക്കും. അപ്പോൾ തന്നെ ഞങ്ങൾ തീം മാറ്റി, കാരണം കുട്ടികൾക്ക് ആ കളർ കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കംപ്ലീറ്റ് തീം മാറ്റി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 2 പേർക്ക് ഇട്ടിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് എലഗൻറ്റ് ലുക്കായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം ധ്രുവിന് ഇട്ട് കൊടുക്കും, കാരണം അവനാണ് ഇച്ചിരി കൂടെ തടി കൂടുതലുള്ളത്. അപ്പോൾ അവന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതേ സൈസിനുള്ളത് നമ്മൾക്ക് ദക്ഷിണ എടുക്കാം. ഇപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സൈസിലുള്ളത് അല്ലെങ്കിൽ ഒരേ ഡിസൈനിലുള്ളത് 2 എണ്ണം എപ്പോഴും അവൈലബിൾ ആയിട്ടില്ല. അതായത് ട്വിൻസിനൊക്കെ പോകുമ്പോൾ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ചിലത് 1 ഇയറിൻ്റെ ഉണ്ടായിരിക്കും, ചിലത് 2 ഇയറിൻ്റെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇട്ട് നോക്കിയിട്ട് അങ്ങനെ എടുക്കേണ്ടി വരും. അതായത് 1 ഇയറിൻ്റെ മാത്രം 1 വയസ്സ് മാത്രമുള്ള കുട്ടിക്കുള്ള 2 ഡ്രസ്സ് ഉണ്ടാവില്ല എന്നാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ധ്രുവിന് ഇട്ട് കൊടുത്ത് ഓക്കെ ആക്കി. അപ്പോൾ ദക്ഷിന് ഒന്നും കൂടെ ജസ്റ്റ് കുറഞ്ഞതെടുത്തു. അപ്പോൾ അതവന് പറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവൻ്റെ തന്നെ എടുത്തിട്ട് അവരെ കൊണ്ട് ഞാൻ ഓൾട്ടർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ 2 പേർക്കും കണ്ടോ, ഈ അറിയാത്ത ആളുകളെ കാണുമ്പോൾ ദക്ഷിണൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇങ്ങനെ സങ്കടം വരും. അവർക്ക് വേണ്ടി ഒന്ന് ചിരിച്ചു കൊടുക്കുന്ന പോലെയാണ് അവൻ ബിഹേവ് ചെയ്യാറ്. പിന്നെ നമ്മളുണ്ട് എന്നുള്ള ധൈര്യത്തിലും കൂടിയാണ് ഇപ്പോൾ അവരുടെ ചേച്ചിമാരുടെ കൈയൊക്കെ പിടിച്ചിട്ട് ദേ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ദേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ എപ്പോൾ ക്രൗഡായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം തൊട്ട് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അതായത് തീരെ അവർ ഒതുങ്ങി നിൽക്കില്ല, ആരടുത്ത് ഇരിക്കില്ല, വെറുതെ ഒരാവശ്യമില്ലാണ്ട് വെറുതെ കരയുക. അങ്ങനെയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയൂ കേട്ടോ, എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അതേ പിന്നെ നമ്മൾ കാഷ്വൽ വെയേഴ്സായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അമ്മ. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ കാഷ്വൽ വെയേഴ്സൊക്കെ നല്ല ജംപ് സ്യൂട്ടാണെങ്കിലും റോംബേഴ്സൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ്, നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബോയ്സിന് എടുക്കുമ്പോഴാണ് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് വരിക. ആകെയുള്ളത് ഷർട്ട്, ട്രൗസേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളല്ലേ ഉള്ളൂ, പാൻസും. ഗേൾസിനാകുമ്പോൾ ഇപ്പോൾ ഫ്രോക്ക് തന്നെയാണെങ്കിൽ എന്തോരം വെറൈറ്റീസാണെന്നറിയോ. നമുക്കിങ്ങനെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരുപാട് നമുക്ക് തിരയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണിൽ പിടിക്കും. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 2 ആളുടെ മൂഡൊക്കെ മാറൽ തുടങ്ങി. കാരണം കുറേ പേരെ കണ്ടിട്ട് എന്തൊക്കെ കളിപ്പിച്ചിട്ടൊന്നും റെഡി ആവുന്നില്ല കേട്ടോ. നമുക്ക് സാരി എടുത്തതും അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നതും എല്ലാം കൂടെ കണ്ടിട്ട് ആകെ അലമ്പായിട്ട് ഓരോ കോപ്രായത്തിലാണ് ഇപ്പോൾ സുധി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കുന്നില്ല. പിന്നെ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കുകയായിരുന്നു കേട്ടോ, ഇങ്ങനെ വന്ന് എടുക്കാനും ഒന്നും കൂടെ ഒന്ന് വന്ന് നോക്കാനും. 2 പേരും കൂടെ ഒരേ യൂണിഫോം പോലത്തെ ഡ്രസ്സല്ലേ. പിന്നെ ഇത് ഞാൻ സാരി എടുത്തിട്ട് പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു സാരിയുടെ കളർ. പിന്നെ ഞാൻ നോക്കുന്നത് റേറ്റാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഈ സിൽക്ക് സാരീസിനൊക്കെ ഉണ്ട്. ചില സാരിക്ക് എന്താ പറയുക പ്യുവർ സിൽക്കാണ്, പക്ഷേ 5 പൈസയ്ക്ക് സാധനം കാണാനില്ല. പക്ഷേ 13,000 റുപ്പീസൊക്കെയാണ് വരുന്നത് കേട്ടോ. ഞാൻ വിചാരിക്കും ഇതൊക്കെ ആരെങ്കിലും എടുക്കുമോ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ കട കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ കല്യാൺ സിൽക്സൊക്കെയാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നത്. നമ്മുടെ തീം മാറിയ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മളെടുത്തൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നാളെ പർച്ചേസൊക്കെ കഴിഞ്ഞു, ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞ കല്യാൺ സിൽക്സും ഹൈപ്പർ മാർക്കറ്റും കൂടെ വരുന്ന വലിയ ഷോറൂമാട്ടോ. നമ്മളിപ്പോൾ ആഡിലൊക്കെ കണ്ടിരുന്നില്ലേ, ഇപ്പോൾ അടുത്ത് ഇനോഗ്രേഷൻ കഴിഞ്ഞ സംഭവം. ഒരുപാട് ഇപ്പം അത് ഇവിടെ തന്നെ ഇതിനുള്ളിൽ തന്നെയായിരുന്നു നമ്മൾ ഈ ശരവണ ഭവൻ്റെ ഫുഡ് കോർട്ട് 5th ഫ്ലോറിലെങ്ങാണ്ടുള്ളത്. നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇറങ്ങാൻ നേരത്ത് ചെറിയ മഴത്തുള്ളി ഉണ്ടായിരുന്നു. ഇപ്പം നല്ല മഴയാണ്. നമ്മൾ വീടെത്തുന്ന വരെയും നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു മഴയുടെ സീസണിലാണ് നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഈ ഗോൾഡ് പർച്ചേസും അതേപോലെ തന്നെ ഡ്രസ്സ് പർച്ചേസും കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. മക്കൾ 2 പേരും നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. ബാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സുഖമായിട്ട് ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കുറേ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യും. സോ ബൈ.